നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കി LDFും BJPയും. രാജിക്കായി കോൺഗ്രസിനുമേൽ സമ്മർദ്ദമുണ്ടാക്കുകയാണ് CPM. ഇതിനുള്ള സമ്മർദ്ദം സമൂഹത്തിലുണ്ടാക്കാനുള്ള പ്രചരണമാണ് പാർട്ടി നടത്തുന്നത്. രാജി വേണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചാണ് BJPയുടെ പ്രതിഷേധം. കോൺഗ്രസിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെ സൈബറിടത്തിൽ നേരിട്ടാണ് ഇടത് BJP സൈബർ ഹാൻഡിലുകൾ രാജിസമ്മർദ്ദം കടുപ്പിക്കുന്നത്. CPM MLAമാർക്കെതിരെ സ്ത്രീ അതിക്രമ പരാതികളുണ്ടായപ്പോൾ അവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്നതാണ് കോൺഗ്രസിന്റെ പിടിവള്ളി. നടൻ M മുകേഷിനെതിരെ സമാന ആരോപണവും പ്രതിഷേധവും ഉയർന്നപ്പോൾ ധാർമ്മികതയുടെ പേരിൽ ജനപ്രതി സ്ഥാനം രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ പദവി തിരിച്ചു ലഭിക്കില്ലെന്നതായിരുന്നു രാജി ഒഴിവാക്കാൻ കാരണമായി CPM വിശദീകരിച്ചിരുന്നത്. ഇത് രാഹുലിനും ബാധകമാകുമെന്നതാണ് CPMന് രാജി ഉന്നയിക്കാൻ തടസ്സമാകുന്നത്. എന്നാൽ ആരോപണമല്ല, തെളിവുകളാണ് രാഹുലിനെതിരെയുള്ളതെന്നതാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കോൺഗ്രസിനുണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടി പാലക്കാട് BJPക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. യുവനടിയുടെ വെളിപ്പെടുത്തൽ വന്നതിനു പിന്നാലെ തന്നെ BJP പാലക്കാട് പ്രതിഷേധം തുടങ്ങിയിരുന്നു. രാഹുലിന് രാഷ്ട്രീയ സംരക്ഷണം ഉറപ്പാക്കാനുള്ള നീക്കം കോൺഗ്രസിനുള്ളിലും ശക്തമല്ല. ഏത് തീരുമാനവും ഹൈക്കമാൻഡിന് എടുക്കാമെന്ന നിലപാടാണ് സംസ്ഥാന നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ആരോപണത്തിൽ ശുദ്ധീകരണം നടത്തേണ്ട ഉത്തരവാദിത്തം രാഹുലിന് മാത്രമാക്കിയിരിക്കുകയാണ് നേതൃത്വം. പാർട്ടിയിൽ നിന്ന് പിന്തുണയുണ്ടാവില്ലെന്ന കാര്യം രാഹുലിനെ അറിയിച്ചിട്ടുമുണ്ട്. സ്ത്രീ അധിക്ഷേപ കേസുകളിൽ രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന സമീപനം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചേർന്നതല്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിനാൽ CPMും BJPയും ഉണ്ടാക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ തോത് അനുസരിച്ചായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനവും രാഹുലിന്റെ MLA സ്ഥാനത്തിന്റെ ഭാവിയും. രാഹുലിന്റെ MLA സ്ഥാനം തെറിക്കുമോ? അടുത്ത നിയമസഭാ ഇലക്ഷനിൽ, ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭാ ഇലക്ഷനുകളിൽ രാഹുലിന് സീറ്റുകൾ കിട്ടുമോ? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.